കേരളത്തിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ഈ ഡ്രഗ് അബ്യൂസ് ഭയങ്കരമായിട്ട് കൂടുന്ന വാർത്തകൾ. നമ്മൾ ഈയിടെയായിട്ട് എപ്പോഴും കേൾക്കണതാണ് കേരളത്തിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ഈ ഡ്രഗ് അബ്യൂസ് ഭയങ്കരമായിട്ട് കൂടുന്ന വാർത്തകൾ. അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനത്തെ ഡ്രഗ് അബ്യൂസുകളിൽ യൂഷ്വലി നമ്മൾ ഇതിൻ്റെ സൈക്കോളജിക്കലായിട്ടും സോഷ്യലായിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യാറുള്ളത്. പക്ഷേ ബേസിക്കലി ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് ആസ്പെക്ട്സും ഉണ്ട്. നമുക്ക് സ്കിന്നിനെയും ഹെയറിനെയും വരെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കാം. ഇപ്പോൾ നമ്മൾ ഡ്രഗ് അബ്യൂസ് ഉള്ള ആളുകളിൽ നമ്മൾ സ്കിന്നിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ്, പല രീതിയിലുള്ള അൾസറുകൾ, പല രീതിയിലുള്ള സ്കാറിങ്ങുകൾ, അതേപോലെ തന്നെ വായിലാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസും, ടൂത്ത് ഡീക്കേ, അങ്ങനത്തെ കാര്യങ്ങളും, പല രീതിയിൽ ഇതിന് പ്രശ്നങ്ങളും കാര്യങ്ങളും. അത് കൂടാണ്ട് തന്നെ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ഗ്രാനുലോമ, അങ്ങനത്തെ ഫൈബ്രോസിസ് പോലെയുള്ള അസുഖങ്ങളിലോട്ടും സ്കിന്നിനെ ബാധിക്കാം. അതേപോലെ തന്നെ ഹെയറിൻ്റെ സ്ട്രക്ചറിനെ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് കുറഞ്ഞു വരികയും ഹെയറിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഹെയർ പൊട്ടിപ്പോവാനും ഹെയർ തിന്നായിട്ട് കൊഴിഞ്ഞു പോകാനും സാധ്യതയുള്ള രീതിയിലുള്ള സൈഡ് എഫക്ട്സ് വരെയും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഡ്രഗ് അബ്യൂസിൽ നമ്മൾ ഈ ഒരു സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ഹെൽത്തിനെയും കൂടി അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഈവൻ സ്മോക്കിംഗ് ആയാലും ആൽക്കഹോൾ ആയാലും ആ രീതിയിലും സ്കിന്നിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന കുറേ സൈഡ് എഫക്ട്സ് അതിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാവാം.